ഇന്ന് നമുക്ക് ചക്ക ചെമ്മീനിട്ട് വയ്ക്കാം. ഇത് ചക്കയുടെ കാലമായതുകൊണ്ട് ചക്ക പല രീതിയിലും ഉണ്ടാക്കാനാണ് എനിക്കിഷ്ടം. 300 ഗ്രാം ചെമ്മീൻ തോട് പൊളിച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ചക്ക പൊളിച്ച് ഇട്ട് കൊടുക്കാം. നല്ല മൂത്ത ചക്കയാണ് ഇത്. ഇതിലേക്ക് 5-10 കുരു കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ സാധാരണ വയ്ക്കുന്ന ചക്കപ്പുഴുക്കിനോട് സാമ്യമുള്ളതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1.5 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് 3 ആവി വരുന്നത് വരെ വേവിച്ചെടുക്കും. ഇതിന് ഒരു ചെറിയ മുറി തേങ്ങ, 3-4 അല്ലി വെളുത്തുള്ളി, 2 നുള്ളി ജീരകം, 2-3 ചെറിയ ചുവന്നുള്ളി, ഇതൊന്ന് ഒതുക്കിയെടുക്കാം. ഇനി വെന്ത ചക്ക കുക്കർ തുറന്നു നോക്കി ഈ ഒതുക്കിയെടുത്ത കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി ചേർക്കാം. നല്ലതുപോലെ ഇളക്കി ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊന്ന് വറുത്തെടുക്കും. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ തേങ്ങയിട്ട് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് സൈഡിലേക്ക് മാറ്റി 2 നുള്ളി കടുകും വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതുമൊന്ന് നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് ഉണ്ടാക്കി വെച്ച ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കി ചേർത്താൽ ഇത് റെഡിയായി. ചെമ്മീനിൻ്റെ സ്വാദും ചക്കയുടെ സ്വാദും ഒന്നിച്ചാകുമ്പോൾ നല്ല സ്വാദാണ് കഴിക്കാൻ. ചക്ക കഴിക്കാൻ മടിയുള്ളവരും ഇത് ഇഷ്ടപ്പെടും. നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.